സെക്രട്ടേറിയറ്റ് പടിക്കലിലെ ആശാ വർക്കർമാരുടെ സമരം 41 ദിവസത്തിലേക്ക്. ഇന്നലെ നിരാഹാരം കിടന്ന ആശമാർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പകരം 3 പേരാണ് ഇന്ന് നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നത്. വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറാണ്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ആശമാർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു, അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു, അതിലൊരു പുനഃക്രമീകരണം ചെയ്യുന്നു. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ആശമാരുടെ സമരം ഇന്ന് 40 ദിവസം പിന്നിടുകയാണ്. ഇന്ന് നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്കും കടക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിൽ അവരുടെ സമരപ്പന്തലിലാണ്. രാവിലെ അവർ എണീറ്റ് അവരുടെ പ്രഭാത കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ്. 40 ദിവസം പിന്നിടുമ്പോഴും അവരുന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നുപോലും സർക്കാർ ഇതുവരേക്കും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരുന്ന 26-ന് ഈ സമരം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അവർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവർ കഴിഞ്ഞ ദിവസം ഈ നിരാഹാര സമരം കിടന്ന ഒരു ആശയ്ക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. ഷീജ എന്നു പേരുള്ള ആശയ്ക്കാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പകരം വട്ടിയൂർക്കാവ് സ്വദേശിയായ ഒരു ആശയാണ് ഈ സമരം ഏറ്റെടുത്ത് നിരാഹാര സമരം കിടക്കുന്നത്. ബാക്കിയുള്ള 2 പേർ ആദ്യ ദിവസം മുതൽ നിരാഹാര സമരം ഇരിക്കുന്ന 2 പേരാണ്. അത് ഒന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി, അവരുടെ അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, മറ്റൊന്ന് ഇവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗം PK തങ്കമ്മ, ബിന്ദു എന്നിവരാണ് മറ്റു 2 പേർ. അവർ 2 പേരും നിരാഹാര സമരം തുടരും. അങ്ങനെ 3 പേരാണ് നിരാഹാര സമരം നിലവിൽ ഈ സമരപ്പന്തലിൽ തുടരുന്നത്. തൊട്ടപ്പുറത്ത് മറ്റൊരു സമരവേദി കൂടി ഉണ്ട്. അത് അങ്കണവാടി പെൻഷനേഴ്സാണ്. അവരുടെ സമരവും തുടരുകയാണ്. അവരുടെ ആവശ്യവും ഇതുവരേക്കും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടില്ല, ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ല. അതും തുടർ ചർച്ചകളടക്കം ഇനി നടക്കേണ്ടതുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരുകൾ ഈ കേന്ദ്രമന്ത്രിയെ എന്തായാലും വീണ ജോർജ് അടുത്ത ബുധനാഴ്ചയോ അതിനുശേഷം ചൊവ്വാഴ്ചയോ കാണുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴെങ്കിലും ഈ വിഷയത്തിലൊക്കെ ഒരു പരിഹാരമാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സമര നേതാക്കൾക്കുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.